പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പൗരോഹിത്യത്തെ അറിയുക. നോ ദ പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തെ അറിയുക എന്നതിനെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 76 വയസ്സ് പ്രായമുള്ള നരിവാലമുണ്ടയിലെ കിഴക്കേൽ കുര്യൻ ചേട്ടൻ്റെ അനുഭവമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. 2 വർഷമായി വലതുകാൽ മുട്ടിന് താഴെ വേദനയും കഴപ്പും മരവിപ്പും ആരംഭിച്ചു. പിന്നീട് അത് കാൽമുട്ടിന് മുകളിലേക്കും വ്യാപിച്ച് ഊരവേദനയും വലതുകാൽ മുഴുവനും തിളച്ച വെള്ളത്തിലിട്ടതുപോലെ പുകച്ചിലും വേദനയും കൊണ്ട് നിറഞ്ഞു. അസഹനീയമായ കഷ്ടതകൾക്ക് ഞാൻ അധീനനായി. ഞാൻ മരുന്നുകളും അലോപ്പതി, ആയുർവേദം, കഷായം ഇങ്ങനെയുള്ള എല്ലാം പ്രയോഗിച്ചു കൊണ്ടിരുന്നു. ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ 2 വർഷത്തെ പീഡാനുഭവങ്ങൾക്ക് ശേഷം ഷാലോം ടി വിയിൽ ഞായറാഴ്ച 8:30 മുതൽ 9 മണി വരെയുള്ള അഭിഷേക അഗ്നി പ്രോഗ്രാം കാണാനിട വന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിനെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേട്ടു. എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. ഞാനും ഹൃദയപൂർവ്വം ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് വചനങ്ങൾ സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. 3 ആഴ്ച ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ സൗഖ്യം നിറഞ്ഞു. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒട്ടും വേദനയില്ല. എൻ്റെ 2 കാലുകളും പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കർത്താവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും സജീവൻ ധ്യാനകേന്ദ്രത്തിനു വേണ്ടി ഞങ്ങൾ കുടുംബസമേതം പ്രാർത്ഥിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഷാലോം ചാനലിലൂടെ ദൈവവചനം കേട്ട ഒരു കുടുംബത്തിലെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് 76 വയസ്സ് പ്രായമുള്ള കിഴക്കേൽ കുര്യൻ ചേട്ടൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വലതുകാല് തിളച്ച വെള്ളത്തിലിട്ട പോലെ കഠിനമായ പുകച്ചിലും കട്ടുകഴപ്പും വേദന കൊണ്ട് പൊറുതിമുട്ടിയ 2 വർഷത്തെ പീഡാനുഭവം സഹിച്ച ചേട്ടൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും യേശുക്രിസ്തുവിൻ്റെ വചനത്തെയും ഷാലോം ചാനലിലൂടെ കേട്ടപ്പോൾ കുടുംബത്തിലിരുന്ന് അത്ഭുത വിടുതൽ പ്രാപിച്ചു. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം.
രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധി തുറന്നു പിടിക്കാം. ദൈവമായ കർത്താവിൻ്റെ വചനം യെശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ 10-11 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നു. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനച്ച് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അവ എൻ്റെ ഉദ്ദേശം നിറവേറ്റും, എൻ്റെ ദൗത്യം വിജയപ്രദമായി ചെയ്യും. യേശു കർത്താവിൻ്റെ വാക്കുകൾ, സ്വർഗത്തിൻ്റെ വചനങ്ങൾ, അത് നിശ്ചിത ലക്ഷ്യത്തോടെയാണ് പുറപ്പെടുന്നത്. മകനെ, മകളെ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇതാ വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൻ്റെ ഓരോ വചനങ്ങളും അത് നിശ്ചിത ലക്ഷ്യത്തോടെയാണ് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുക തന്നെ ചെയ്യും. കടബാധ്യതയുള്ളവരെക്കുറിച്ച്, രോഗികളെക്കുറിച്ച്, തകർന്ന കുടുംബങ്ങളെക്കുറിച്ച്, അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച്, വിശ്വാസം നഷ്ടപ്പെട്ട ദൈവമക്കളെക്കുറിച്ച്, ദുർവൃത്തിയിൽ ആണ്ടുപോയ യുവതിവാക്കന്മാരെ കുറിച്ച്, ദൈവിക കാര്യങ്ങളിൽ നിന്ന്, തിരുസഭാ ജീവിതത്തിൽ നിന്നും, വിശുദ്ധ കൂദാശകളിൽ നിന്നും അകന്നുപോയ മക്കളെക്കുറിച്ച്, എല്ലാ ദൈവമക്കളെക്കുറിച്ചുള്ള പദ്ധതി ദൈവവചനത്തിന് മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മകനെ, മകളെ, കരങ്ങൾ ഉയർത്തി ഈ നിമിഷം ഈ വചനാഭിഷേകത്തിന് വേണ്ടി ഒന്ന് ഹൃദയത്തിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഇപ്പോൾ അങ്ങയുടെ എല്ലാ മക്കൾക്കും പ്രാർത്ഥിക്കാൻ, വചനം കേൾക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഹൃദയം തുറക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനത്തോട് തുറവി നഷ്ടപ്പെട്ട ഏതെങ്കിലും കുടുംബങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ആ കുടുംബങ്ങളിൽ നിന്ന് ദൈവവചനത്തിൽ മല്ലടിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗരോഹിത്യത്തെ അറിയുക എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായം 5-ാം തിരുലിഖിതം, നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചു കൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കലേക്ക് ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറച്ച ജീവിതങ്ങളാണ് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ജീവിതങ്ങൾ. വൈദികർ എന്ന് പറയുന്നത്, പുരോഹിതർ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ സഭയിലെ അഭിഷിക്തർ എന്ന് പറയുന്നത്, അവർ ലോകത്തിന് വേണ്ടി ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, സ്വർഗം തൻ്റെ മഹത്വം കൊണ്ട് നിറച്ചിട്ടുള്ള, സ്വർഗം മഹത്വപ്പെടുത്തിയ ജീവിതങ്ങളാണ് പൗരോഹിത്യത്തിൻ്റെ ജീവിതങ്ങൾ. ഓരോ പുരോഹിതനും ദൈവം മഹത്വപ്പെടുത്തിയ ജീവിതങ്ങളാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഞാൻ 2008 ഡിസംബർ മാസത്തിൽ UK മാഞ്ചസ്റ്ററിൽ ഒരു ധ്യാനത്തിന് പോയിരുന്നു. ആ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വചനം പ്രഘോഷിച്ച് ക്ഷീണിച്ച് അവശനായി വൈകുന്നേരമായപ്പോൾ ഒരു സൈഡിൽ പോയിരുന്ന് സ്വരമൊന്നുമില്ലാതെ ഇങ്ങനെ മിണ്ടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ഫിഗറുള്ള, നല്ല വണ്ണമുള്ള ഒരു ചേട്ടൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നു. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 8 വർഷമായി എല്ലാ ദിവസവും രാത്രിയിൽ ഭീകര സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കും. കുറേ ആളുകൾ വാളും വടിയും കുന്തവുമായി ഈ ചേട്ടനെ ഓടിക്കുന്നതും, ഈ ചേട്ടൻ പ്രാണരക്ഷാർത്ഥം ഓടി 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 അവസാനം രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വലിയൊരു കൊക്കയിലേക്ക് ചെന്ന് നിബന്ധിക്കുന്നതുമാണ് സ്വപ്നം കാണുന്നത്. ആ കൊക്കയിലേക്ക് വീഴുന്നതോടുകൂടി വലിയ അലർച്ചയോടെ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ഇത് എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് സംഭവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. ഞെട്ടി എഴുന്നേറ്റ് കാറിക്കൊണ്ട് ഞെട്ടി എഴുന്നേൽക്കും. കുടുംബാംഗങ്ങൾക്കെല്ലാം ഇതറിയാം. ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോയി കടന്നാൽ അവർക്കും ഇതറിയാം.
അങ്ങനെ കഷ്ടപ്പെട്ടൊരു ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു, ഇതിന് എന്ത് മരുന്ന് ചെയ്യും അച്ഛാ, ഇതിന് ഞാൻ എന്ത് ചെയ്യും അച്ഛാ? ആ ചേട്ടന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പ്രാർത്ഥിക്കാണെങ്കിൽ സ്വരം പോലുമില്ല. എങ്കിലും ഞാൻ ചേട്ടനോട് പറഞ്ഞു. ആ ചേട്ടൻ്റെ കഷ്ടത കണ്ടപ്പോൾ മനസ്സലിവുണ്ടായി. ആ ചേട്ടൻ്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. ആ ചേട്ടനോടുള്ള വാത്സല്യത്തോടും സ്നേഹത്തോടും അലിവോടും കൂടെ ഞാൻ ആ ചേട്ടനോട്, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ആ ചേട്ടൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് ഏതാനും നിമിഷങ്ങൾ ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ സമാധാനം ഇപ്പോൾ ഇന്ന് തൊട്ട് ഇനി ഇതുണ്ടായില്ല. അങ്ങനെ വിട്ടു. 2009 ഈ നവംബർ മാസത്തിൽ വീണ്ടും ഒരു കൺവെൻഷന് ഇംഗ്ലണ്ടിലുള്ള മാഞ്ചസ്റ്ററിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ ചെന്നപ്പോൾ ഇതാ കഴിഞ്ഞ വർഷത്തെ ആ ചേട്ടൻ കൺവെൻഷൻ്റെ തുടക്കം തൊട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിലുണ്ട്. ഞാൻ രണ്ടാമത്തെ ദിവസം നോക്കിയപ്പോൾ ആ ചേട്ടൻ സ്റ്റേജിലേക്ക് വന്നു. ആ ചേട്ടൻ പറഞ്ഞു, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ആ ചേട്ടൻ പറഞ്ഞു, സഹോദരങ്ങളെ, 2008 കൺവെൻഷൻ ഞാൻ വന്നിരുന്നു. അന്ന് എനിക്ക് ഇങ്ങനത്തെ ഒരു ദുർപീഡയുണ്ടായിരുന്നു. 8 വർഷമായി ഞാൻ സഹിച്ചുകൊണ്ടിരുന്നതാണ്. ഈ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ കൈവച്ചു. അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന് തൊട്ട് ഇത് വരില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ആ അസ്വസ്ഥത എന്നെ അലട്ടിയിട്ടില്ല. ആ ചേട്ടൻ സമൂഹത്തിന് മധ്യേ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ദൈവമായ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില ദൂതുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സംഭവിച്ചത് എൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ടോ പ്രാർത്ഥനയുടെ ഊക്കുകൊണ്ടോ എന്തെങ്കിലും വിശുദ്ധിയുടെ മികവ് കൊണ്ടോ ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തന്ന ദൂത് ഇങ്ങനെയാണ്. അത് കർത്താവ് ദാനമായി എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അത്ഭുത ശക്തി കൊണ്ടാണ് അത് സംഭവിച്ചത്. എന്നിൽ മാത്രമല്ല, ഈ ലോകത്തിൽ കർത്താവ് തിരഞ്ഞെടുത്ത ഓരോ വൈദികരിലൂടെയും ഓരോ വൈദികൻ്റെ വാക്കുകളിലൂടെയും ഇതുപോലെ പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് നിരസിക്കുന്നവൻ എൻ്റെ വാക്ക് നിരസിക്കുന്നു. ഒരു പുരോഹിതൻ്റെ വാക്ക്, പൗരോഹിത്യമുള്ള ഒരു അപ്പസ്തോലിക സഭയിലെ പൗരോഹിത്യമുള്ള ഒരു അച്ഛൻ്റെ വാക്ക് ദൈവമായ കർത്താവ് പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ വാക്ക് പോലെയാണ്. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഓരോ വീട്ടിലിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശു ഈ ഔന്നത്യം വൈദികർക്ക് നൽകിയിട്ടുണ്ട്. ലൂക്ക 10:16, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളുടെ വാക്ക് നിരസിക്കുന്നവൻ എൻ്റെ വാക്ക് നിരസിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ പോലെ വൈദികരുടെ വാക്കുകളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്, ദൈവം വില വച്ചിട്ടുണ്ട്. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം, അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ഹീ ഈസ് ദ മെസഞ്ചർ ഓഫ് ഗാഡ്. പുരോഹിതൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ്. ദൈവത്തിൻ്റെ ദൂത്, സ്വർഗത്തിൻ്റെ ദൂത് ഇപ്പോൾ ഈ കുടുംബത്തിന് നൽകാൻ, ഇപ്പോൾ ഈ സമൂഹത്തിന് നൽകാൻ, ഇപ്പോൾ ഈ സഭയ്ക്ക് നൽകാൻ, ഇപ്പോൾ ഈ ജനതകൾക്ക് നൽകാൻ, ഈ രാജ്യങ്ങൾക്ക് നൽകാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉയർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ അധരങ്ങളാണ്, കർത്താവിൻ്റെ സ്വരമാണ് പുരോഹിതൻ്റെ അധരങ്ങളും പുരോഹിതൻ്റെ സ്വരവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു, ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. യോഹന്നാൻ 3:34. ദൈവം അയച്ചവൻ, ഓരോ അച്ഛനും ഓരോ പൗരോഹിത്യ ശുശ്രൂഷ ഓരോ വ്യക്തിയും ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവം അയച്ചവനെ കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ വാക്കും ദൈവത്തിൻ്റെ വാക്കും ദൈവം ഒരുപോലെ ആക്കിയിരിക്കുകയാണ്. ഓരോ അച്ഛന്മാരും എത്രയോ ശ്രദ്ധാലുക്കളായിരിക്കണം. വെല്ലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാവുമെന്ന് ജെറമിയ പ്രവചനത്തിലെ വാക്കുകളെ അനുസ്മരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, അറിഞ്ഞും അറിയാതെയാണെങ്കിലും പാഴ്വചനങ്ങളെ പറയാതെ അധരങ്ങളെ വിശുദ്ധീകരിച്ച് എല്ലാ വിഗ്രഹങ്ങളിൽ നിന്ന് ജീവിതത്തെ വിശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി വിശ്വസ്തമായി പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഒരച്ഛനെ വാക്കിനെ ദൈവം സ്വർഗത്തോളം ഉയർത്തിയിട്ടുണ്ട്.
ദൈവം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ദൈവം ഒരുപാട് അംഗീകാര മുദ്ര ഒരു അച്ഛൻ്റെ വാക്കിന് ദൈവം വെച്ചിട്ടുണ്ട്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയം കൈവരും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ വാക്കുകൾക്ക് ദൈവം ഒരു പ്രത്യേക അഭിഷേകം വെച്ചിരിക്കുകയാണ്. വിജയം കൊണ്ടുവരാനുള്ള അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. വിജയം കൊണ്ടുവരാനുള്ള അഭിഷേകം. പരാജയത്തിലേക്ക് പോകുന്ന, തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നൊരു കുടുംബമാണോ, ആ കുടുംബത്തിൻ്റെ മേൽ ഒരു അച്ഛൻ ഈ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ, കൃപാ വചസ്സുകൾ ഉച്ചരിക്കുമ്പോൾ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ആ കുടുംബത്തെ ഉയർത്താനുള്ള വിജയത്തിൻ്റെ അഭിഷേകം അച്ഛൻ്റെ അധരങ്ങളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഉദയംപേരൂർ ദേശത്ത് നിന്ന് ഒരു സഹോദരൻ വന്നു. ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ, ബിസിനസ്സെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി, 18 ലക്ഷം ഉറുപ്പിക കടബാധ്യതയുണ്ട്, ഞാൻ ഈ മുന്നോട്ട് എങ്ങനെ പോകും? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ചേട്ടൻ പറഞ്ഞു, കുറച്ച് ഞാൻ ജീവിക്കുന്ന ആ വീട്ടിലെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മണ്ണിനെ ആശീർവദിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതാ അങ്ങയുടെ ദാസനെ, ഈ കുടുംബത്തെ ആശീർവദിക്കുന്നു, ഈ ദാസൻ്റെ തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞ് കുരിശിൻ്റെ അടയാളത്തിൽ ആ മണ്ണ് ആശീർവദിച്ച് ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എൻ്റെ എന്തെങ്കിലും മേന്മയിൽ ആശ്രയിച്ചിട്ടല്ല, കർത്താവിൻ്റെ കരുണയിലും പൗരോഹിത്യത്തിൻ്റെ ശക്തിയിലും വിശ്വസിച്ച് ഞാൻ ആ മണ്ണ് ആശീർവദിച്ച് കൊടുത്തു. ഇത് എല്ലാ അച്ഛന്മാർക്കും ഇങ്ങനെ ചെയ്യാനുള്ള പവറുണ്ട്. അങ്ങനെ ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരൻ, 3-ാമത്തെ മാസം ആദ്യ വെള്ളിയാഴ്ച ആ ചേട്ടൻ വന്ന് പറയുകയാണ്, സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അൾത്താരെ കയറി സാക്ഷ്യപ്പെടുത്തുകയാണ്, 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ 18 ലക്ഷം രൂപ കടവും എടുത്താൽ പൊങ്ങാത്ത ദുഃഖവുമായിട്ടാണ് വന്നത്. എന്നാൽ ഇവിടുന്ന് ഈ അച്ഛൻ പ്രാർത്ഥിച്ച ഈ മണ്ണ് കൊണ്ടുപോയി എൻ്റെ പറമ്പിലിട്ടു. ഇതാ 3 മാസത്തിനുള്ളിൽ എൻ്റെ കടബാധ്യത വീതി, എൻ്റെ സ്ഥലം വിറ്റു, എനിക്ക് നല്ല ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. എനിക്കിപ്പോൾ 18 ലക്ഷം ഉറുപ്പിക ബാങ്ക് ബാലൻസായി എൻ്റെ പേരിൽ ബാങ്കിൽ കടപ്പുണ്ട്. നോക്കുക, പരാജയത്തിൽ നിന്ന് ദൈവം ഉയർച്ചയിലേക്ക് നയിച്ചു. അതാണ് 2 ദിനവൃത്താന്തം 20:20. നിന്റെ ദൈവമായ കർത്താവിനെ വിശ്വസിക്കുവിൻ, നീ സുരക്ഷിതനായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിനക്ക് വിജയം കൈവരും. വീണ്ടും ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന മറ്റൊരു സംഗതി നാം കാണുന്നത് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം വാക്യമാണ്. അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തൻ്റെ ദൂതന്മാരുടെ ഉപദേശം നിവർത്തിക്കുകയും ചെയ്യും. യെശയ്യാ 44:26. അവിടുന്ന് തൻ്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തൻ്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് പൗരോഹിത്യത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്വർഗം പൗരോഹിത്യത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ദൈവം പൗരോഹിത്യത്തെയും ദൈവം മഹത്വപ്പെടുത്തി ഈ മക്കളെയും ദൈവത്തിൻ്റെ ഈ ഭൂമിയുടെ കുറവുകളോടും കുറ്റങ്ങളോടും കൂടിയവരാണല്ലോ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ കുറവുകളും കുറ്റങ്ങളും കൂടി ഈ ബലഹീന പാത്രങ്ങളെ ദൈവം എടുത്ത് ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ച് എല്ലാം അങ്ങോട്ട് ക്ഷമിച്ചിട്ട് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകവും സ്നേഹിച്ച് നിറച്ചിരിക്കുന്ന ബലഹീന പാത്രങ്ങളാണ് പൗരോഹിത്യം കയ്യേറ്റ് ഇന്ന് ഭൂമിയിൽ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ഓരോ അച്ഛനും ഓരോ ശുശ്രൂഷകനും ഓരോ അഭിഷിക്തനും. നമ്മളും അച്ഛന്മാരെ സ്നേഹിക്കണം, പൗരോഹിത്യത്തെ സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 47-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ വൈദികരോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത്? ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിർവീര്യമാക്കി കഴിയുമ്പോൾ, ലോകത്തിൻ്റെ അരുവി നമ്മൾ കയറുമ്പോൾ, പാപത്തിൻ്റെ അരുവി നമ്മൾ കയറുമ്പോൾ, വ്യഭിചാരത്തിൻ്റെ ദുർബോധം കയറുമ്പോൾ, മദ്യപിശാച് കയറുമ്പോൾ, നമുക്ക് ആദ്യം തോന്നുന്നത് പൗരോഹിത്യത്തോട് കലി തോന്നും, വൈദികരോട് വെറുപ്പ് തോന്നും, ആത്മീയ കാര്യങ്ങളോട് കുമ്പസാരത്തോടും കുർബാനയോടും പുച്ഛം തോന്നും, ഒന്നും വിശ്വസിക്കാൻ തോന്നില്ല. കർത്താവ് പഠിപ്പിക്കുകയാണ്, ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവത്തിൽ നിന്നുള്ളവൻ്റെ വാക്ക് കേൾക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ടെങ്കിലേ, പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ ഒരു അച്ഛൻ്റെ വില നമുക്ക് മനസ്സിലാവും. ഈ നിമിഷം കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ സ്വർഗം തുറന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും ഒരു പ്രത്യേക അഭിഷേകം ചൊരിയണമേ. വൈദികരെ സ്നേഹിക്കാനുള്ളൊരു അഭിഷേകം, വൈദികരെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്നങ്ങൾ സ്നേഹിക്കാനുള്ള അഭിഷേകം. കുറവുകളുള്ള ബലഹീന പാത്രങ്ങളായ ഈ ബലഹീന പാത്രങ്ങളിലാണല്ലോ സ്വർഗത്തിൻ്റെ അഭിഷേകം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാം ക്ഷമിച്ച് ഒരുപാട് സ്നേഹിക്കുന്ന ജീവിതങ്ങളായി പൗരോഹിത്യ ഭൂമിയിൽ ഉയർത്തിയിരിക്കുകയാണല്ലോ. കർത്താവേ, ഈ പൗരോഹിത്യത്തെ അവിടുന്ന് കാണുന്ന പോലെ കാണാൻ, അവിടുന്ന് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ ഒരു പ്രത്യേക
പ്രത്യേക അഭിഷേകം, സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ഒരു അഭിഷേകം അവിടുത്തെ ആത്മാവിനെ അയച്ച് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. കൃപയുടെ അഭിഷേകം നിറയട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, സൗഖ്യത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, സ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. വെറുപ്പും വിദ്വേഷങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന എല്ലാ കയ്പിൻ്റെ അനുഭവങ്ങളും സൗഖ്യമാകട്ടെ കർത്താവേ, സൗഖ്യമാകട്ടെ കർത്താവേ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 16 തിരുലിഖിതം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും ഞാൻ എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ വചനം അധരത്തിൽ നിക്ഷേപിച്ച് വിട്ടിരിക്കുന്നവരാണ് വൈദികർ, അഭിഷിക്തർ. അവിടുത്തെ വിടുതലിൻ്റെ വചനം, അവിടുത്തെ രക്ഷയുടെ വചനം, അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ വചനം, അവിടുത്തെ സ്നേഹത്തിൻ്റെ വചനം, സ്വർഗത്തിൻ്റെ ദൂതുകളും സ്വർഗത്തിൻ്റെ വചനവും ദൈവം നേരിട്ട് അധരങ്ങളിൽ നിക്ഷേപിച്ച് ദൈവം ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നവരാണ് കർത്താവിൻ്റെ അഭിഷിക്തർ. ആ ഒരു അന്തസ്സിൽ കുറഞ്ഞൊന്നും നമ്മൾ കാണരുത്. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ അഭിഷിക്തർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടാനും ഇന്ന് വരെ കർത്താവിൻ്റെ അഭിഷിക്തർ നമുക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇപ്പോൾ കുടുംബത്തിൽ അത് യാഥാർത്ഥ്യമാകാൻ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും പൗരോഹിത്യത്തിൻ്റെ അത്ഭുതകരമായ ആ അഭിഷിക്ത അധികാരം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനകളുടെ അനുഗ്രഹം നിറയട്ടെ. ഇവരുടെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്ന് വരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ വൈദികർ ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി ഉച്ചരിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹ പ്രാർത്ഥനകളും ആശീർവാദ പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇന്ന് ഈ നിമിഷം അങ്ങയുടെ പുരോഹിതരെ, അങ്ങയുടെ ദാസന്മാരെ സ്വീകരിക്കുന്ന ഈ നിമിഷം തന്നെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹമായി മാറട്ടെ. ആശംസിക്കപ്പെട്ട എല്ലാ സമാധാനവും ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ആശീർവാദങ്ങളും ഇപ്പോൾ കുടുംബത്തിൽ അനുഗ്രഹമായി മാറട്ടെ. കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ എല്ലാവരും ഇന്ന് വരെ ആ കുടുംബത്തിന് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ ആശീർവാദത്തിന് അനുഗ്രഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പേര് ജോയ്, കാലടി സ്വദേശി. എനിക്ക് വർഷങ്ങൾക്ക് അറിവ് വയ്ക്കുന്നതിന് മുൻപേ തുടങ്ങി എൻ്റെ ചെവി രണ്ടും പഴുത്ത് ഒലിക്കുമായിരുന്നു. ആരും എൻ്റെ അടുത്തിരിക്കില്ലായിരുന്നു. പിന്നെ 10-15 വർഷം മുൻപ് വലത്തെ ചെവിയുടെ എല്ലാം ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കിയെടുത്തതാണ്. പിന്നെ കുഴപ്പമൊന്നും കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളത്തിൽ മുങ്ങി കുളിക്കരുത്, കാറ്റടിക്കരുത്, AC-ൽ നിൽക്കരുത്, അങ്ങനെയാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും വയർക്കലോ അങ്ങനെ കാര്യങ്ങളൊന്നും പാടില്ല. പക്ഷേ എങ്കിലും ഇടയ്ക്കിപ്പോൾ രണ്ടാമത് വീണ്ടും ചെവി പഴുത്ത് ഒലിച്ചു തുടങ്ങിയായിരുന്നു. ഞാൻ ഈ ധ്യാനത്തിന് ബുക്ക് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരുമ്പോൾ ഈ ചെവി, ഇടത്തെ ചെവിയുടെ മൊത്തം എനിക്കൊരു എന്തോ നീർക്കെട്ട് പോലെ തൂങ്ങി കിടക്കുന്നത് പോലെ തോന്നിയായിരുന്നു. പക്ഷേ അവിടെ വന്ന് ധ്യാനമൊക്കെ കൂടി ഇപ്പോൾ അതിൻ്റെ നീർക്കെട്ട് കംപ്ലീറ്റ്, അതിൻ്റെ ഉള്ളിലിരുന്ന എന്തോ എല്ലാം കംപ്ലീറ്റ് ഇതിനകത്തുനിന്ന് എന്തൊക്കെയോ പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. തൈലം വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒലിച്ചു പോകുന്ന പോലെ തോന്നിയെങ്കിലും ഞാൻ കൈവിട്ട് തൊട്ടൊന്നും നോക്കിയില്ല. എന്തായാലും പോരെങ്കിൽ താഴേക്ക് പോകുന്നതോ എവിടം വരെ പോരാണെങ്കിൽ പോരട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു. കാലത്തെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്രയും ദിവസം പഞ്ഞിയൊക്കെ വെച്ചാണ് കുളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇന്ന് തുടങ്ങി പഞ്ഞി വയ്ക്കാണ്ടാണ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടിയെന്ന്. 2 ചെവിക്കുണ്ടായിരുന്ന പഴുപ്പ് എപ്പോൾ തൊട്ടുള്ളതാണത്? അറിവ് വയ്ക്കുന്നതിന് മുൻപുള്ളതാണ്. ചെറുപ്പം തൊട്ടുണ്ടായിരുന്ന രോഗമാണ്.
ഈശോ ഈ ശുശ്രൂഷയുടെ സമയങ്ങളിൽ അത്ഭുതകരമായി എടുത്തു മാറ്റി സൗഖ്യപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഇടത്തോട്ടും വലത്തോട്ടും കൈയടിച്ച് സന്തോഷിച്ച്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. പെരുമഴ പോൽ